നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് പോയിന്റ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ ഇതാണ്: നയം വെട്ടിക്കുറച്ചതിന്റെ വിസമ്മതം ഡിമാൻഡിന്റെ അളവ് എത്രയായി കുറയ്ക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കും, ₹1 ധനമന്ത്രാലയം തീരുമാനിക്കും, ₹2 എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിമാൻഡിന്റെ അളവ് ഇവിടുത്തെ ആൻസർ ₹1 ആയിട്ട് കുറയ്ക്കും എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കട്ട് മോഷൻ എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചു വെക്കണം. എന്താണ് കട്ട് മോഷൻ? അതായത് നമ്മൾ ഈ ധനകാര്യ ബില്ലിനകത്ത് ലോക്സഭാ അംഗങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രമേയത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേണ്ടിയിട്ടാണ് ഫിനാൻസ് ബില്ലിന്, ധനകാര്യ ബില്ലിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ലോക്സഭാ അംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? കട്ട് മോഷൻ എന്ന് പറഞ്ഞത്. അപ്പം ആരുടെ ഒരു ടൂളാണ് കട്ട് മോഷൻ? ലോക്സഭാ അംഗങ്ങളുടെ ഒരു ടൂളാണ് കട്ട് മോഷൻ എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. ഏത് ബില്ലിന്മേലാണ്? ഫിനാൻസ് ബില്ലിന്മേൽ എന്ന കാര്യവും നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഒരു ഫിനാൻസ് ബില്ല് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു നിർദ്ദേശത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ലോക്സഭാ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ടൂളാണ് ഏത്? കട്ട് മോഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എത്ര രീതിയിലുള്ള കട്ട് മോഷൻ അവൈലബിൾ ആണ്? 3 രീതിയിലുള്ള കട്ട് മോഷൻ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കട്ട് മോഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലോക്സഭാ അംഗങ്ങൾ ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്ന ടൈമിൽ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഏത്? ഈ കട്ട് മോഷൻ. ഇത് 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിസി ആണ്, പോളിസി കട്ട് മോഷൻ. അപ്പൊ ആ പോളിസി കട്ട് മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നയം വെട്ടിക്കുറഞ്ഞ അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു ടൈമിൽ, അതായത് ഡിമാൻഡ് എന്ന് പറയും, ഡിമാൻഡിന് അടിസ്ഥാനമായ നയത്തോടുള്ള വിയോജിപ്പിനെ പ്രതിനിധീകരിക്കുന്നു. അതായത് ബേസിക് ആയിട്ട് അവർക്ക് ഈ ഒരു സംഭവം ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോളിസി കട്ട് മോഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഡിമാൻഡിന്റെ അളവ് ഇവർ എത്ര ആയിട്ട് കുറയ്ക്കണം എന്ന് പ്രസ്താവിക്കുന്നതാണ് ഈ പോളിസി കട്ട് മോഷൻ എന്ന് പറയുന്നത്. ₹1 ആയിട്ട് കുറയ്ക്കുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോളിസി കട്ട് മോഷൻ. നമ്മളിപ്പോ പറഞ്ഞു കട്ട് മോഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നിട്ടുള്ള കാര്യം. ആ ഫിനാൻസ് ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിനെ വിസമ്മതം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസി കട്ട് മോഷനകത്ത് ഫസ്റ്റ് വൺ ഉപയോഗിക്കുന്നത്. അപ്പം അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് ഡിമാൻഡിന്റെ അളവ് എത്ര ആയിട്ട് കുറയ്ക്കും? 1 ആയിട്ട്, അതായത് ₹1 ആയിട്ട് കുറയ്ക്കുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പോളിസി കട്ട് മോഷൻ. അത് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് എക്കണോമിക് കട്ട് മോഷൻ. ഏതാണ്? എക്കണോമിക് കട്ട് മോഷൻ. ഈ എക്കണോമിക് കട്ട് മോഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു ഫിക്സ്ഡ് തുക. ഇപ്പൊ ഒരാൾ പറയും 50,000 രൂപയ്ക്ക് അത് സെറ്റ് ആക്കുവാണ്. അപ്പൊ നമ്മൾ പറയും വേണ്ട, നിങ്ങൾ 20,000 രൂപയെ തരാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ബാർഗൈനിങ് നടന്നിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ടിലേക്ക് കൊണ്ടുവരത്തില്ലേ, അതാണ് എക്കണോമിക് കട്ട് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഡിമാൻഡിന്റെ അളവ് ₹1 ആയിട്ട് കുറയ്ക്കുന്നത് പോളിസി കട്ട് മോഷനും, എക്കണോമിക് കട്ട് മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് കുറയ്ക്കുന്നതിനെയും ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന എക്കണോമി കട്ട് മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ടോക്കൺ കട്ട് മോഷൻ എന്ന് പറയുന്നത്. എന്താണ് ടോക്കൺ കട്ട് മോഷൻ? അപ്പൊ അതായത് ഈ ഡിമാൻഡിന്റെ അളവ് എത്ര ആയിട്ട് കുറയ്ക്കുന്നുണ്ട്? ₹100 നിലനിർത്തി കുറയ്ക്കും. അതായത് ഡിമാൻഡിന്റെ തുക 100 രൂപയായിട്ട് കുറയ്ക്കുന്ന പ്രമേയമാണ് ടോക്കൺ കട്ട് മോഷൻ. ഇത് പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത പരിധിയിലുള്ള പ്രത്യേക പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത പരിധിയിലുള്ള പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം, നയം വെട്ടിക്കുറച്ചതിന്റെ വിസമ്മതം ഡിമാൻഡിന്റെ അളവ് ₹1 ആയിട്ട് കുറയ്ക്കുന്ന പ്രമേയം ആണ് പോളിസി കട്ട് മോഷൻ. ഇനി ഡിമാൻഡിന്റെ അളവ് 100 ആയിട്ട് കുറയ്ക്കുന്ന പ്രമേയം ആണ് ടോക്കൺ കട്ട് മോഷൻ എന്ന് പറയുന്നത്. ഒരു ഫിക്സ്ഡ് എമൗണ്ടിലേക്ക് മാറ്റുന്നതാണ് എക്കണോമിക് കട്ട് മോഷൻ. അപ്പം നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഡിമാൻഡിന്റെ അളവ് ₹1 ആയിട്ട് കുറയ്ക്കുക എന്ന് പറയുമ്പം ഏതിൻ്റെതായിട്ട് വരും? ഈ പറഞ്ഞിരിക്കുന്ന പോളിസി കട്ട് മോഷനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്തുവാണ്? നയം വെട്ടിക്കുറച്ചതിന്റെ വിസമ്മതം. നയം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പോളിസി കട്ട് മോഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിസി കട്ട് മോഷന്റെ ഡിമാൻഡിന്റെ അളവ് എത്ര ആയിട്ടാണ് കുറയ്ക്കുന്നത്? 1 ആയിട്ടാണ്. ഇനി ടോക്കൺ കട്ട് ആണെങ്കിൽ എന്ത് പറയണം? ₹100 ആയിട്ടാണ് പറയുന്നത്. ഫിക്സ്ഡ് എമൗണ്ട് ആണെങ്കിൽ എക്കണോമിക് കട്ട് മോഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാവുന്നതാണ്.
വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിന്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായിട്ടുള്ളത്? അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ കുറേയധികം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റും ഒന്നാമത്തെ പദ്ധതിയും എട്ടാമത്തെ പദ്ധതിയും മൂന്നാമത്തെ പദ്ധതിയും നാലാമത്തതും പിന്നെ 3ഉം 8ഉം 9ഉം 10ഉം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ഏതു പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിന്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 2ഉം 4ഉം ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 2ഉം 4ഉം മാത്രം. അതായത് മൂന്നാമത്തെ പദ്ധതിയും നാലാമത്തെ പദ്ധതിയും അതുപോലെ തന്നെ 9ാമത്തെ പദ്ധതിയും 10ാമത്തെ പദ്ധതിയും ആണ്. അപ്പം മൂന്നാമത്തെ പദ്ധതിയുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.6 ആയിരുന്നു. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് 5.6ഉം അതുപോലെ തന്നെ ഇത് കൈവരിച്ചത് അതിൻ്റെ ഏകദേശം പകുതിയോളം മാത്രമേ ഉള്ളൂ. 2.8% നേടിയത്. അപ്പോൾ ലക്ഷ്യം എത്ര ആയിരുന്നു? 5.6 ആയിരുന്നു. നേടിയത് എത്രയാണ്? 2.8 അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാക് യുദ്ധവും വരൾച്ചകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറഞ്ഞത്. ലക്ഷ്യം എത്രയായിരുന്നു? 5.6ഉം അത് ഗെയിൻ ചെയ്തത് എത്രയായിരുന്നു? 2.8ഉം മാത്രമാണ് നേടിയിരുന്നത്. ഇനി നാലാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 5.7 ആയിരുന്നു. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 5.7 ആണ്. പക്ഷെ കൈവരിച്ചത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.3 എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. കൈവരിച്ചത് എത്രയാണ്? 3.3 ആണ്. അപ്പൊ ആ ഒരു ടൈമിലും എന്ത് ഉണ്ടായിരുന്നു? നമ്മുടെ 1971 ടൈമിലൊക്കെയാണല്ലോ ഇത് വന്നിരിക്കുന്നത്. സോ എന്തുണ്ടായിരുന്നു? ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശികളുടെ അഭയാർത്ഥി പ്രഭാവവും എല്ലാം ഇതിന് കാരണം ആയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പരാജയമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പം നാലാമത്തെ 5 ഇയർ പ്ലാനിൽ 5.7 ആണ് ലക്ഷ്യം വെച്ചത്. എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.3 ആണ് നേടിയിരിക്കുന്നത്. ഇനി 9ാമത്തെ പഞ്ചവത്സര പദ്ധതി അതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം വെച്ചത് 6.5ഉം കൈവരിച്ചത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.4ഉം ആണ് കൈവരിച്ചത്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതി 6.5 ആണ് ലക്ഷ്യം വെച്ചത്. കിട്ടിയത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വേണം പറയാൻ വേണ്ടിയിട്ട്? 5.4 എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി പറയുന്ന സമയത്ത് ഏത് പറയണം? ലക്ഷ്യം വെച്ചത് 8ഉം ആണ്, കൈവരിച്ചത് എത്രയാണ്? 7.6%ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം. അതായത് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിന്റെ ആസൂത്രണ വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത് ഈ പറയുന്ന 3, 4, 9, 10 പദ്ധതികളാണ് പ്രധാനമായിട്ടും നമുക്ക് ഓപ്ഷനകത്തുനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 3, 4, 9, 10 കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. മൂന്നാമത്തെ പദ്ധതിയിൽ ലക്ഷ്യം എത്രയായിരുന്നു? 5.6ഉം നേടിയത് 2.8ഉം ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 5.7 ആയിരുന്നു ലക്ഷ്യം, 3.3 മാത്രമാണ് നേടാൻ സാധിച്ചത്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 6.5ഉം അതേപോലെ തന്നെ നേടാൻ സാധിച്ചത് 5.4% ആണ്. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണെങ്കിൽ 8% ലക്ഷ്യമിട്ടത്, 7.6% നേടിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദേശീയ വരുമാന വളർച്ചാ നിരക്ക് ദേശീയ വരുമാനം അതായത് പ്ലാൻ ചെയ്തതിനേക്കാൾ കുറഞ്ഞ നിരക്ക് എവിടെയാണ് അനുഭവപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3, 4, 9, 10 പദ്ധതികൾ. മൂന്നാമത്തേതിനകത്ത് 5.6 ലക്ഷ്യമിട്ടു, നേടിയത് 2.8. നാലാമത്തേതിനകത്ത് 5.7 ലക്ഷ്യമിട്ടത് 3.3. 9ാമത്തത് 6.5 ആണ് ലക്ഷ്യമിട്ടത്, നേടിയത് 5.4. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 8% ലക്ഷ്യമിട്ടു, 7.6 ആണ് നേടാൻ സാധിച്ചത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ചു നോക്കാം. കാര്യം ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും എന്തും വരാറുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ജലദിനത്തിന്റെ പ്രമേയം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പം ലോക ജലദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. മാർച്ച് മാസം 22-ാം തീയതിയാണ് ലോക ജലദിനം. ഏതാണ്? ലോക ജലദിനം മാർച്ച് മാസം 22-ാം തീയതിയാണ്. അപ്പം സ്ഥിരമായിട്ട് ആ ലോക ജലദിനത്തിന്റെ പ്രമേയം ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്.
ഇപ്പം 2025 പ്രമേയം നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാനികളുടെ സംരക്ഷണമാണ് ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരുടെ സംരക്ഷണമാണ്? ഹിമാനികളുടെ സംരക്ഷണം. എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം ആണ് 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ആരുടേതാണ്? ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിമാനികളുടെ സംരക്ഷണം. ഏത് വർഷത്തെയാണ്? 2025. ഇനിയും അതുപോലെ തന്നെ ഭൗമദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഭൗമദിനം ഏപ്രിൽ മാസം 22 ഭൗമദിനം ആചരിക്കുന്നത്. മാർച്ച് 22 ലോക ജലദിനവും ഏപ്രിൽ 22 ഏത് ദിനവും ആചരിക്കുന്നുണ്ട്? ഭൗമദിനവും ആചരിക്കുന്നുണ്ട്. അപ്പം 2025 അതിൻ്റെ പ്രമേയം കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നാണ്. എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നാണ് 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. ലോക ഭൗമദിനം 2025 പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ലോക ജലദിനമാണെങ്കിൽ പറഞ്ഞു നോക്കിക്കേ, ഹിമാനികളുടെ സംരക്ഷണം. എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. ലോക ജലദിനം. ജലവും ഹിമാനിയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഭൗമം, ഭൂമി, നമ്മൾ ഗ്രഹം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹമാണ്. ഇനി അടുത്തത് വനദിനം. വനദിനം ഏത് ദിവസമാണ്? മാർച്ച് മാസം 21 ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? വനദിനം വരുന്നത്. ഏതാണ്? വനദിനം വരുന്നത് മാർച്ച് മാസം 21 വനദിനം മാർച്ച് 21. അപ്പോൾ 2025 പ്രമേയം ഒന്ന് പഠിച്ചേ. അതെന്താണ്? വനങ്ങളും ഭക്ഷണവും എന്നാണ്. എന്താണ്? 2025 വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും എന്നാണ്. എന്താണ്? വനങ്ങളും ഭക്ഷണവും എന്നാണ് 2025 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയും. ലോക വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും എന്നാണ് ലോക വനദിനത്തിൻ്റെ പ്രമേയം. പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം നമുക്കറിയാം. ഏത് ദിവസമാണ് പരിസ്ഥിതി ദിനം? ജൂൺ മാസം 5 ആണ്. പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൺ 5 ആണ്. അപ്പം 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഏതാണെന്ന് പറയാമോ? 2025 അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൂ എന്നാണ്. എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൂ എന്നാണ് 2025 പ്രമേയം. അപ്പോൾ ഈ 4 ഇപ്പം തന്നെ അങ്ങ് പഠിക്കണം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലോക ജലദിനം എന്താണ് പറഞ്ഞത്? ആരുടെ സംരക്ഷണം? ഹിമാനികളുടെ സംരക്ഷണം. ഭൗമദിനം എന്ന് പറയുന്നു നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്ന് പറയുന്നു. വനദിനം എന്ന് പറയുന്നുണ്ട് വനങ്ങളും ഭക്ഷണവും. പരിസ്ഥിതി ദിനം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഡിമാൻഡിൻ്റെ അളവിൻ്റെ, അതായത് കട്ട് മോഷൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും നഷ്ടമായിട്ടുള്ള കാര്യത്തിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം പഠിച്ചു നോക്കുക. ഇതെന്തായാലും കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. ഈ ഒരു പ്രമേയം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മാർക്ക് ഏത് പരീക്ഷയ്ക്കകത്തും ഉറപ്പിക്കാവുന്ന ഏരിയ ആണ് അത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പെയ്ഡ് കോഴ്സിനകത്ത് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്ന. ഡിഗ്രി ലെവൽസിനും 10th ലെവൽസിനും കൂടെ കോംബോ ഓഫറും ഇപ്പോൾ അവൈലബിൾ ആണ്. 1299 ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസും ആൻഡ് 10th മെയിൻസും കൂടെ ചേർത്തിട്ട് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.